ഹലോ നമസ്കാരം. എൻ്റെ പേര് സീമ. ഞാൻ മാഞ്ചസ്റ്ററിൽ ഒരു NHS ട്രസ്റ്റിൽ കഴിഞ്ഞ 25 വർഷമായിട്ട് നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ 10-12 വർഷങ്ങളായിട്ട് മെഡിസിൻ ഫോർ ഓൾഡർ പീപ്പിൾ, അതായത് ജെറിയാട്രിക് കെയർ, അതുപോലെ തന്നെ ഫ്രെയിൽറ്റി സർവീസ്, ഡിമെൻഷ്യ ഫോക്കസ്ഡ് കെയറിൽ അഡ്വാൻസ്ഡ് ക്ലിനിക്കൽ പ്രാക്ടീഷണറായിട്ട് ജോലി ചെയ്യുന്നു. അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന്റെ പ്രധാന കാരണം ഡിമെൻഷ്യ ഡയഗ്നോസ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയുടെ വ്യൂ പോയിന്റിലൂടെ, അല്ലെങ്കിൽ അവരെ പരിചരിക്കുന്ന ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ആയിക്കോട്ടെ, കെയറർ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സ് ആയിക്കോട്ടെ, അവർക്ക് ഉപകാരപ്രദമായ കുറച്ച് ഇൻഫർമേഷൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. ഇതിനു മുൻപ് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഡിമെൻഷ്യ എന്താണെന്നും, അതായത് മറവി രോഗം എന്താണെന്നും അതിന് കുറച്ച് സബ് ടൈപ്പുകളുണ്ട്, അതും അതുപോലെ തന്നെ ഡിമെൻഷ്യ ഉണ്ടാകാനുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ റിസ്ക് ഫാക്ടേഴ്സ്, ഇതൊക്കെ ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പം ഡിമെൻഷ്യ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ മറവി രോഗം എന്ന് പറയുമ്പോൾ, അതൊരു അംബ്രല്ല ടേമാണ്. ഡിമെൻഷ്യക്ക് തന്നെ പല വകഭേദങ്ങളുണ്ട്. ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തതുപോലെ തന്നെ അൾസൈമേഴ്സ് ഡിസീസ്, വാസ്കുലർ ഡിമെൻഷ്യ, ലൂയി ബോഡി ഡിമെൻഷ്യ, കോർസിക്കോഫ് സിൻഡ്രോം, അങ്ങനെ കുറച്ച് വകഭേദങ്ങളുള്ള ഒരു അംബ്രല്ല ടേമാണ് ഡിമെൻഷ്യ എന്ന് പറയുന്നത്. അപ്പൊ അതേപ്പറ്റിയല്ല ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഈ ഡിമെൻഷ്യ ഡയഗ്നോസ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയുടെ അവരെങ്ങനെ പരിചരിക്കപ്പെടണം എന്ന് നമ്മളിലേക്ക് പറയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് പോയിന്റ്. അപ്പൊ ഞാൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഈ ഒരു വിഭാഗത്തിൽ ജോലി ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലും അതിന്റെ എക്സ്പീരിയൻസ് ബേസിലും, അതുപോലെ തന്നെ ഞാൻ ഈയിടെ ഒരു ആർട്ടിക്കിൾ വായിക്കാനിടയുണ്ടായി. തായ്വാനിലെ ചിയായ് സിറ്റിയിൽ ന്യൂറോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഡോക്ടർ SC സംഗ്, അദ്ദേഹം ഒരു ആർട്ടിക്കിൾ എഴുതി. ആ ആർട്ടിക്കിൾ ഏകദേശം ഒരു 10-20 പോയിന്റുകൾ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും അദ്ദേഹത്തിന് ഡിമെൻഷ്യ പിടിപെട്ടാൽ എങ്ങനെ പരിചരിക്കപ്പെടണം എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ആർട്ടിക്കിൾ. കുറച്ച് ഇമോഷണൽ ആണ്, എന്നാൽ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ട് എനിക്ക് തോന്നി. എന്റെ എക്സ്പീരിയൻസുമായിട്ട് റിലേറ്റബിൾ ആയിട്ട് തോന്നി. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് പാസ് ചെയ്യാൻ ഒരു ശ്രമം നടത്തുകയാണ് കേട്ടോ. കുറച്ചു പേർക്കെങ്കിലും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുറച്ച് ലെന്തിയായിട്ടുള്ള വീഡിയോ ആയതുകൊണ്ട് ഞാൻ 1-2 വീഡിയോകളായിട്ട് ഞാനത് ചെയ്യാനുള്ള ശ്രമം നടത്താം കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ്. അപ്പൊ നമുക്ക് ആ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ആ ഒരു പോയിന്റ്സിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ഒരു ഡിമെൻഷ്യ രോഗി പറയുന്നത്, നിങ്ങൾ എന്റെ മുറിയിലേക്ക് കടന്നു വരുമ്പോൾ സ്വയം പരിചയപ്പെടുത്താനുള്ളൊരു ശ്രമം നടത്തുക. എന്നോട് ചോദ്യം ചോദിക്കുന്നതിന് പകരം നിങ്ങൾ ആരാണെന്ന് പറയുക. കാരണം ഡിമെൻഷ്യ രോഗികളെ സംബന്ധിച്ചിടത്തോളം ഷോർട്ട് ടേം മെമ്മറിയാണ് അവരുടെ ഒരു പ്രധാന പ്രോബ്ലം. അവര് ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ചെറിയ കാലയളവിൽ നടക്കുന്ന കാര്യങ്ങൾ മറന്നു പോവുകയും, അല്ലെങ്കിൽ ചില ഒബ്ജക്റ്റോ അല്ലെങ്കിൽ സ്ഥലങ്ങളുടെ പേരോ ആളുകളുടെ പേരോ ഒക്കെ മറന്നു പോകും. അത് ഓർത്തെടുക്കാൻ അവർ നടത്തുന്ന ശ്രമത്തിനിടയിൽ ഒരു പക്ഷേ ചിലപ്പോൾ അവർക്കതൊരു ബുദ്ധിമുട്ടാകും, വിഷമമാകും, ഫ്രസ്ട്രേഷൻ ആകും. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരുടെ മുറിയിലേക്ക് അല്ലെങ്കിൽ അവരെ സന്ദർശിക്കാൻ ചെല്ലുമ്പോൾ നിങ്ങൾ സ്വയം പരിചയപ്പെടുത്തുക. ഒരു പക്ഷേ മകളോ മകനോ അതൊരല്പം സ്ട്രേഞ്ചായി തോന്നിയാൽ പോലും അതവരെ സഹായിക്കും. ഉദാഹരണത്തിന് നിങ്ങൾ, പപ്പയ്ക്ക് എന്നെ മനസ്സിലായോ, ഞാൻ പപ്പയുടെ മോള് സീമയല്ലേ, അല്ലെങ്കിൽ ടീനയാണ്, അമ്മയ്ക്ക് മനസ്സിലായില്ലേ, അമ്മയുടെ മോളല്ലേ ഞാൻ, എന്നൊക്കെ പറയുന്നതിന് പകരം എന്റെ പേര് ടീനയാണ്, ഞാൻ മമ്മിയുടെ മോളാണ്, അല്ലെങ്കിൽ എന്റെ പേര് ടോണിയാണ്, ഞാൻ അങ്കിളിന്റെ സിസ്റ്ററിന്റെ മോനാണ് എന്നൊക്കെ നിങ്ങൾ സ്വയം പരിചയപ്പെടുത്താൻ ശ്രമിക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം അവർക്ക് ജെനുവിൻലി നിങ്ങളുടെ പേര് ഓർത്തെടുക്കാൻ കഴിയാതെ പോകും. അത് അവർക്കൊരു വിഷമം ഉണ്ടാക്കും. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, if I live in another timeline, please don't rush me back. Perhaps I will be happier there. അതായത് ഡിമെൻഷ്യ രോഗികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പഴയ കാലഘട്ടങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് അവർക്ക് ഓർത്തെടുക്കാൻ പറ്റും. ആ പഴയകാല അല്ലെങ്കിൽ ഗതകാല സ്മരണകളിലൂടെ അവർ കടന്നു പോകുമ്പോൾ അവർക്കൊരു പ്രത്യേക സന്തോഷമുണ്ട്. ഹാപ്പി ദെയർ. അപ്പം നിങ്ങൾ ചെന്നിട്ട് പപ്പ എന്തായി സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അങ്കിൾ എന്താ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ രോഗികളോട് മിസ്റ്റർ മാർട്ടിൻ വാട്ട് ആർ യു ടോക്കിംഗ് അബൌട്ട് എന്ന് പറഞ്ഞ് അവരെ വിഷമിപ്പിക്കാതെ, അവരേത് സിറ്റുവേഷനിലാണ്, ഒരു പക്ഷേ അവർ പഴയ കോളേജ് കാലഘട്ടത്തിലാവും, അതുമല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലെ ലൈബ്രറിയിലിരുന്ന് അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്യുന്ന തിരക്കിലായിരിക്കും, അതുമല്ലെങ്കിൽ ഏതെങ്കിലും ക്രിസ്മസ് പാർട്ടിയിലോ കല്യാണ പാർട്ടിയിലോ ആയിരിക്കും. അപ്പം ആ സിറ്റുവേഷൻ ഏതാണോ എന്ന് അവരോട് ചോദിച്ച് മനസ്സിലാക്കി അവരോടൊപ്പമായിരിക്കാൻ ശ്രമിക്കുക. ആ ഒരു സംഭാഷണം, അതായത് കല്യാണത്തിലാണെങ്കിൽ കല്യാണം അടിപൊളിയായിരുന്നു, എങ്ങനെയുണ്ടായിരുന്നു, പിന്നെ വരനും വധുവും ഒക്കെ ആയിരുന്നോ, പിന്നെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടായിരുന്നോ, ഇങ്ങനെ അവരോട് ചേർന്ന് നിന്നുകൊണ്ട് ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ
അത് അവർക്ക് സന്തോഷമാകും, നമുക്ക് ആ സിറ്റുവേഷൻ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ മൂന്നാമത്തെ കാര്യം, ഇഫ് ഐ സേ we are going to an old friend's house for a dinner or mention a deceased relative, please smile and believe it. പലപ്പോഴും ഇതെനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ആ ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ അവര് അപ്പോൾ നടക്കുന്ന പോലെയാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഉദാഹരണത്തിന് മിസ്റ്റർ മാർട്ടിനെ ഞാൻ ഇന്നലെ കണ്ടായിരുന്നു കേട്ടോ. അവൻ ആകെ അങ്ങ് ക്ഷീണിച്ചിരിക്കുന്നു. ഹിസ് വെരി വർക്ക് ഹോളിക്, ഓൾവേസ് ആക്ച്വലി ഹിസ് സോ സ്ട്രെസ്ഫുൾ അബൌട്ട് ഹിസ് വർക്ക്. അല്ലെങ്കിൽ ഞാൻ റോസിയെ കണ്ടായിരുന്നു, ഇന്നലെ പള്ളി വെച്ച് കണ്ടു. പക്ഷെ ഒരുപക്ഷെ ഈ മാർട്ടിൻ മരിച്ചു പോയിട്ടുണ്ടാവും, റോസി എന്ന് പറയുന്ന വ്യക്തി വേറൊരു രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇതൊന്നും അവരുടെ ഓർമ്മയിലില്ല. ഇന്നലെ അല്ലെങ്കിൽ സംഭവിച്ചതുപോലെ അല്ലെങ്കിൽ ഇന്ന് സംഭവിച്ചതുപോലെയാണ് അവർ കാര്യങ്ങൾ സംസാരിക്കുന്നത്. ആ ഒരു സമയത്ത് അവരോട് ആർഗ്യൂ ചെയ്യാതെ, അതെയോ റോസിയെ കണ്ടായിരുന്നോ, ഹൗ ഇസ് ഷീ, ഈസ് എവറിത്തിങ് ഓൾ റൈറ്റ്, ആഹാ മാർട്ടിനെ കണ്ടായിരുന്നോ എന്നൊക്കെ അവരോട് കൂടെ ചേർന്ന് നിന്നുകൊണ്ട് അതങ്ങ് ബിലീവ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുക. ദാറ്റ് വുഡ് ബി ആബ്സല്യൂട്ട്ലി ഫൈൻ. കാരണം അടുത്തൊരു നിമിഷത്തിൽ അവരുടെ മെമ്മറിയിലേക്ക് ചിലപ്പോൾ ഒരുപക്ഷെ മാർട്ടിൻ മരിച്ചു പോയതോ റോസി ജർമ്മനിയിലേക്ക് പോയതോ ഒക്കെ തിരിച്ചു വരാം. ആ ഒരു സമയത്ത് അവർ അല്പം ഇമോഷണൽ ആകാനുള്ള സാധ്യതയുണ്ട്. സോ ഏതൊരു സിറ്റുവേഷനിലാണ് അവരുള്ളത്, ആ ഒരു സിറ്റുവേഷനുമായിട്ട് നമ്മളൊന്ന് പൊരുത്തപ്പെട്ടു പോകാൻ ശ്രമിക്കുകയാണെങ്കിൽ തിങ്സ് വിൽ ബി മച്ച് മോർ ക്ലിയറർ ആൻഡ് ബെറ്റർ. If I don't recognize you, please don't be hurt. It's not that I don't love you. It's that my brain is confused. ശരിയാണ്. ഇത് പലപ്പോഴും പല ഫാമിലി മെമ്പേഴ്സും അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. മക്കൾ പറയാറുണ്ട്, എൻ്റെ കൊച്ചുമോളെ കണ്ടിട്ട് എൻ്റെ അമ്മയ്ക്ക് മനസ്സിലായില്ല, അല്ലെങ്കിൽ എൻ്റെ മോനെ കണ്ടിട്ട് എൻ്റെ അപ്പയ്ക്ക് മനസ്സിലായിട്ടില്ല, എൻ്റെ കുഞ്ഞിൻ്റെ പേര് എൻ്റെ പപ്പയെ അങ്ങ് മറന്നുപോയി എന്നൊക്കെ പറഞ്ഞ് അവർ അപ്സെറ്റ് ആവാറുണ്ട്. ഇറ്റ്സ് നോട്ട് ദം, ഇറ്റ്സ് ദാറ്റ് കണ്ടീഷൻ ദേ ആർ ഗോയിങ് ത്രൂ. അവരുടെ രോഗാവസ്ഥ കാരണമാണ് അവർക്ക് അങ്ങനെ പറ്റിപ്പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ സമയമെടുത്ത്, ഒരുപക്ഷെ നിങ്ങൾ 10 പ്രാവശ്യം അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ എന്നാലും നിങ്ങൾ സമയമെടുത്ത് അത് പപ്പയുടെ കൊച്ചുമോനാണ്, പിന്നെ ഫീലിക്സ് ആണ്, അല്ലെങ്കിൽ ടോമാണ് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു അവരെ ഒന്നും കൂടെ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ ഉള്ള ഒരു ശ്രമം നിങ്ങൾ നടത്തുക. പിന്നെ ചിലപ്പം നിങ്ങൾ അപ്സെറ്റ് ആകാറുണ്ട്. കാരണം ഇപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൊച്ചുമകന്റെയോ കൊച്ചുമകളുടെയോ അല്ലെങ്കിൽ അവരുടെ നെഫ്യൂവിന്റെയോ നീസിന്റെയോ ഒക്കെ ശൈശവ കാലഘട്ടം അല്ലെങ്കിൽ അവർ കുഞ്ഞായിരുന്ന സമയത്തെ ഓർമ്മകൾ വളരെ ക്ലിയർ ആയിട്ടുണ്ടാകും. പക്ഷെ അവര് വളർന്നതോ ടീനേജിൽ എത്തിയതോ കോളേജിൽ പോയതോ ഒക്കെ അവർ മറന്നു പോയിട്ടുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ അപ്സെറ്റ് ആവാതെ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അത് ഒരു പ്രാവശ്യം കൂടെ അവരോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഇഫ് ഐ ഹാവ് ഫൊഗോട്ടൻ ടു യൂസ് എ സ്പൂൺ, ഡോണ്ട് റഷ് ടു ഫീഡ് മീ, ഹെൽപ്പ് മീ ഓർ ലെറ്റ് മീ ഈറ്റ് വിത്ത് മൈ ഹാൻഡ്. ചിലപ്പോൾ ഇത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അവർ ഈ ഒബ്ജക്റ്റുകൾ എന്തിനാണെന്നുള്ള കാര്യം റീസൺ ഔട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഓരോത്തിന്റെയും ഫംഗ്ഷൻ എന്താണെന്നുള്ള കാര്യം മറന്നുപോകും. ചിലരുണ്ട് പേന എടുത്തിട്ട് ഇതെന്തിനാണ്, ഇത് എഴുതാനുള്ള ഒരു സാധനമാണെന്നുള്ളത് മറന്നുപോകും. സ്പൂൺ ഫോർക്ക് ഉപയോഗിച്ച് കഴിക്കുന്നവര് അത് കഴിക്കുന്നത് എങ്ങനെയാണെന്ന് ഒരു നിമിഷം ഇങ്ങനെ ആ ഒരു ഒബ്ജക്റ്റ് കയ്യിലെടുത്ത് വെച്ചിരുന്ന് ചിന്തിക്കാറുണ്ട്. ആ ഒരു സമയത്ത് ഒന്നുകില് നിങ്ങൾ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുക. ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പാസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒരു ഡിമെൻഷ്യ രോഗിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വ്യൂ പോയിന്റിൽ നിന്ന് അവരെങ്ങനെ പരിചരിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അവരെ പരിചരിക്കുന്ന ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ആയിക്കോട്ടെ അവരുടെ ഫാമിലി മെമ്പേഴ്സ് ആയിക്കോട്ടെ അവർക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് പാസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ഒരു ഡിമെൻഷ്യ രോഗിയെ സംബന്ധിച്ചിടത്തോളം അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, പ്ലീസ് ഡോണ്ട് ട്രീറ്റ് മീ ലൈക്ക് എ ചൈൽഡ്. ഈവൻ ഇഫ് ഐ ലൂസ് മൈ ലാംഗ്വേജ് ഓർ അണ്ടർസ്റ്റാൻഡിങ്, മൈ സോൾ ഈസ് സ്റ്റിൽ ഓഫ് ആൻ അഡൽട്ട്. അപ്പം നിങ്ങൾ എന്നെ ഒരു കുഞ്ഞിനെ പരിചരിക്കുന്നത് പോലെ പരിചരിക്കാൻ ശ്രമിക്കാതെ, ഒരുപക്ഷെ ഞാൻ പേര് മറന്നുപോയിട്ടുണ്ടാവാം, ആ ഒരു സിറ്റുവേഷൻ മറന്നുപോയിട്ടുണ്ടാവാം, നിങ്ങളതൊരു 10 പ്രാവശ്യം എന്നോട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവാം, എന്നാലും ക്ഷമയോടുകൂടെ അത് വീണ്ടും എന്നോട് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുക. ഒരു കൊച്ചു കുഞ്ഞിനെ നോക്കുന്നത് പോലെയല്ല, ഞാൻ ഇപ്പോഴും ഒരു അഡൽട്ട് ആണ് എന്നുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു ബോധ്യം നിങ്ങളിൽ ഉണ്ടാവണം. ഡിമെൻഷ്യ രോഗികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് ഉള്ള മറവി അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന കോഗ്നിഷൻ അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന സ്വഭാവത്തിലുള്ള മാറ്റങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. അപ്പം നമ്മൾ പലപ്പോഴും എന്താ ശ്രമിക്കുന്നത്, ആ രോഗത്തെ ട്രീറ്റ് ചെയ്യാൻ, ഡിമെൻഷ്യ ട്രീറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. സോ പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ്സ് നോട്ട് ഡിമെൻഷ്യ,
ഡിമെൻഷ്യ ബാധിച്ച രോഗി അല്ലെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും നമ്മൾക്ക് മനസ്സിലായാൽ അതനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ സാധിച്ചാൽ നമുക്ക് അവരെ പരിചരിക്കുന്നത് അനായാസകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ അവർ പറയുന്നത്, പ്ലീസ് ലെറ്റ് മീ കണ്ടിന്യൂ ഡൂയിങ് വാട്ട് ഐ ലവ്. അത് സത്യമാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം രോഗം മൂർച്ഛിക്കുന്നതനുസരിച്ച് അവരുടെ മറവി മൂലമുണ്ടാകുന്ന അപകടങ്ങളും കൂടുതലാവാം. ഇപ്പൊ ഉദാഹരണത്തിന് വീഴ്ചകൾ ഉണ്ടാവാം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരൊരു സാധനം എടുത്തതിന് ശേഷം അതെന്തിനാണ് എന്നുള്ളത് കാര്യം മറന്നുപോകും. അതുകൊണ്ട് തന്നെ ഇപ്പം ഷാർപ്പായിട്ടുള്ള ഇപ്പം കത്തി ആയിക്കോട്ടെ, കത്രിക, സിസേഴ്സ്, സൂചി നൂലും, അതുമല്ലെങ്കിൽ സ്റ്റെപ്പുകൾ ഇറങ്ങുന്നതും കയറുന്നതും ഒക്കെ അവർ മറന്നു പോകുന്നത് കാരണം അതിന് റിലേറ്റഡ് ആയിട്ടുള്ള അപകടങ്ങളും കൂടുതലാകാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ അവരുടെ അപകടങ്ങൾ ഒഴിവാക്കാൻ അല്ലെങ്കിൽ അവരുടെ സേഫ്റ്റിയാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ പോലും കഴിവതും അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തണം. ഇപ്പോൾ ഉദാഹരണത്തിന് കുക്കിംഗ് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ അവരുടെ കൂടെ നിന്ന് അപകടങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് അവർക്ക് കുക്കിങ്ങും ബേക്കിങ്ങും അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം. അതുപോലെ തന്നെ ഇപ്പൊ എംബ്രോയിഡറി ഇഷ്ടമുള്ളവരാണെങ്കിൽ അവരത് ചെയ്തോട്ടെ, നമ്മൾ അവരുടെ കൂടെ ആയിരിക്കുക. അത് ആ ഒരു സൂചി അല്ലെങ്കിൽ ആ ഒരു കത്രിക എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളത് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് അവരുടെ കൂടെ ഉണ്ടാകുക. ചിലപ്പോൾ നമ്മളിങ്ങനെ അവർക്ക് ചിലപ്പം സിനിമ കാണാനായിരിക്കും ഇഷ്ടം, അല്ലെങ്കിൽ ബുക്ക് വായിക്കാനായിരിക്കും ഇഷ്ടം. അവർ ഉറങ്ങുന്നില്ലല്ലോ എന്നോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. അവർക്ക് അതാണ് ഇഷ്ടമെങ്കിൽ ഉറങ്ങാതെ അവരിത് വായിക്കുന്നുണ്ടെങ്കിൽ അവരിത് കുറച്ചു നേരം വായിച്ചോട്ടെ. സോ ലെറ്റ് ദം കണ്ടിന്യൂ വാട്ട് ദേ ലവ്. Even if you heard my story countless times, it might be the only one I still remember. ഒരു പക്ഷെ നമ്മളോട് അവരുടെ പഴയകാല ഓർമ്മകളെ പറ്റിയോ അവരുടെ ചില എക്സ്പീരിയൻസിനെ പറ്റിയോ ഒരുപാട് കാര്യം സെയിം സംഭവം നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ക്ഷമയോടുകൂടെ തന്നെ അത് ആദ്യമായിട്ട് കേൾക്കുന്ന രീതിയിൽ അതിന്റെ എല്ലാ സർപ്രൈസ് എലമെന്റും അതിന്റെ എല്ലാ ഇമോഷൻസും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അത് കേൾക്കാനുള്ള ഒരു ശ്രമം നടത്തണം. അത് അവരെ വളരെ സഹായിക്കും, അതവർക്ക് സന്തോഷമാകും. If I suddenly lose my control of my emotions, please don't blame me. Try to find out why I'm upset. ഇത് പലപ്പോഴും ഞാൻ പരിചരിക്കുന്ന രോഗികൾക്കും ഉണ്ടാവാറുണ്ട്. പെട്ടെന്ന് അവര് സ്വിച്ച് ഓഫ് ചെയ്തതുപോലെ കരയുകയും അതുപോലെ തന്നെ അഗ്രസീവ് ആകുകയും ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഒരു പക്ഷെ ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകാനുള്ള ഒരു ശ്രമം നടത്തുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഇത് പലപ്പോഴും നമുക്ക് ഭയങ്കര ഇമോഷണലി അതൊരു വിഷമം ഉണ്ടാക്കും. പക്ഷെ ആ ഒരു സമയത്ത് അവരെ കുറ്റപ്പെടുത്താതെ അവരെന്തിനാണ് അപ്സെറ്റ് ആയത്, അല്ലെങ്കിൽ അവരെന്തുകൊണ്ടാണ് ദേഷ്യപ്പെടുന്നത്, അവരെന്തുകൊണ്ടാണ് ഫ്രസ്ട്രേറ്റ് ആവുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി അത് ഡീൽ ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുവാണെങ്കിൽ അത് അവരെ ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ അത് നമുക്കും ഒരു സമാധാനം ഉണ്ടാക്കി തരും. പ്ലീസ് ട്രീറ്റ് മീ ദ വേ യു വുഡ് ലൈക്ക് ടു ബി ട്രീറ്റഡ്. നിങ്ങളെ എങ്ങനെയാണോ പരിചരിക്കപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ എന്നെയും ട്രീറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുക. ഇതൊക്കെ അല്പം ബുദ്ധിമുട്ടാണ്, നമ്മുടെ ഡെയിലി ലൈഫിൽ അതൊരു ബുദ്ധിമുട്ടാണ്. അത് ഡിമെൻഷ്യ രോഗിയെ സംബന്ധിച്ചിടത്തോളം അവരെ പരിചരിക്കുന്നവർക്കും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതൊരു ഈസി ആയിട്ടുള്ള കാര്യമല്ല, പക്ഷേ വി വിൽ ഹാവ് ടു ഡീൽ വിത്ത് ദാറ്റ് സിറ്റുവേഷൻ. ഇഫ് യു സീ മീ ആങ്ഷ്യസ് ഓർ സാഡ്, പ്ലീസ് ഹോൾഡ് മൈ ഹാൻഡ്. അപ്പം ഞാൻ കരയുകയോ അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ ഇരുന്ന് എന്നോട് അത് എക്സ്പ്ലെയിൻ ചെയ്ത്, അമ്മ എന്തിനാ വിഷമിക്കുന്നത്, അമ്മ വെറുതെ ഇതെല്ലാം ചിന്തിച്ചു കൂട്ടുകയാണ്, ഇങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നോട് നിങ്ങൾ കാര്യകാരണ സഹിതം എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാതെ കുറച്ചു നേരം എൻ്റെ കൂടെ സമാധാനമായിട്ട് എന്നെ കൈപിടിച്ച് ഇരിക്കുക. ആ ഒരു സിറ്റുവേഷൻ ഞാൻ കടന്നു പോകും, വീണ്ടും ഞാൻ എൻ്റെ ഓർമ്മകളിലേക്ക് തിരിച്ചു വരും എന്നാണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത്. If you are talking about me, please speak to my face, not as if I don't exist. പലപ്പോഴും നമ്മൾ ഇങ്ങനെയാണല്ലേ. അത് ആരുടെയും കുറ്റമല്ല. കാരണം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, നഴ്സസ് ഒക്കെ മുറിയിലോട്ട് കടന്നു വരുമ്പോൾ മരുന്ന് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, കഴിക്കാൻ മറക്കല്ലേ, ആഹാരം എടുത്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ വെള്ളത്തിന്റെ ജഗ് അവിടെ ഇരിപ്പുണ്ട്, അതെടുത്ത് കുടിക്കാൻ മറക്കല്ലേ എന്നൊക്കെ കട്ടിലിന്റെ പുറകിൽ നിന്ന് പറയും. അപ്പം ഇവർ നമ്മുടെ മുഖം കാണുന്നില്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു അശരീരി പോലെയാണ്. കാരണം ഒന്നാമത്തെ കാര്യം അവർക്ക് നമ്മുടെ മുഖങ്ങളോ പേരുകളോ ഒക്കെ മറന്നു പോകുന്നതുകൊണ്ട് തന്നെ
അവരുമായിട്ടുള്ള ഐ കോണ്ടാക്റ്റിൽ സംസാരിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. തന്നെയുമല്ല, ചില ഡിമെൻഷ്യ ടൈപ്പുകളിൽ അവർക്ക് ഹാലൂസിനേഷൻസ് ഉണ്ടാകാറുണ്ട്. ഇപ്പം ഓഡിറ്ററി വിഷ്വൽ ഹാലൂസിനേഷൻസ്, ചിലപ്പോൾ ശബ്ദങ്ങളൊന്നും ഉണ്ടാവത്തില്ല, പക്ഷെ അത് കേട്ടതുപോലുള്ള ഒരു പ്രതീതി, കാണാത്ത ചില കാര്യങ്ങൾ കണ്ടതുപോലെയുള്ള ഒരു പ്രതീതി ചില ഡിമെൻഷ്യ ടൈപ്പുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. വിഷ്വൽ ആൻഡ് ഓഡിറ്ററി ഹാലൂസിനേഷൻ അങ്ങനെ അതിന് പറയും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരോട് സംസാരിക്കുമ്പോൾ അവരുടെ മുറിയിലേക്ക് ചെന്ന് പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഒരു ഐ കോണ്ടാക്ട് വരുത്തി സംസാരിക്കാൻ ശ്രമിക്കുക. വളരെ ക്ലിയർ ആയിട്ട്, ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാതെ ഷോർട്ടായിട്ട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അത് ഹെൽപ്ഫുൾ ആണ്. ഇപ്പം വെള്ളം എടുത്തു വെച്ച് കഴിഞ്ഞതിന് ശേഷം വെള്ളമുണ്ട് കുടിക്കണമെന്ന് അവരോടത് കാണിച്ച് അവരോടത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. വീണ്ടും നമുക്കത് പറഞ്ഞു കൊടുക്കേണ്ടി വരും, കാരണം അത് അവർ മറന്നുപോയിട്ടുണ്ടാവും. അതുകൊണ്ട് ഒരു അശരീരി പോലെ, അല്ലെങ്കിൽ അവരവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, നിങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്നുള്ള രീതിയിലല്ല, മുഖത്തോട് മുഖം നോക്കി സംസാരിക്കാൻ ശ്രമിക്കുക. ഡിമെൻഷ്യ അല്ലെങ്കിൽ മറവി രോഗം മൂലം പ്രയാസപ്പെടുന്ന രോഗികൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ, അതുമല്ലെങ്കിൽ അവരെ പരിചരിക്കുന്ന ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ആയിക്കോട്ടെ, അവരുടെ റിലേറ്റീവ്സോ, അതുമല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സോ, അവർക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് ഇൻഫർമേഷൻസ് ആണ് നിങ്ങളിലേക്ക് പാസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ഡിമെൻഷ്യ ഡയഗ്നോസ് ചെയ്യപ്പെട്ട ഒരു രോഗി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, when I am admitted to a facility, please remember to visit me. അപ്പം നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഇതൊരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ നമ്മുടെ പേരൻസോ ആരെങ്കിലും ഒരു ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ വേറെ ഏതോ കെയർ സെറ്റിങ്ങിലോ അഡ്മിറ്റ് ആയാൽ നമ്മൾ അവരുടെ കൂടെ ആയിരിക്കും, ബൈസ്റ്റാൻഡേഴ്സ് ആയിട്ടോ അവരെ നോക്കുന്നതിന്റെ ഭാഗമായിട്ടോ ഒരു നല്ല സമയം അല്ലെങ്കിൽ ഭൂരിഭാഗവും നമ്മൾ അവരുടെ കൂടെ ചെലവഴിക്കാനുള്ള ശ്രമം നടത്താറുണ്ട്. പക്ഷെ വിദേശ രാജ്യങ്ങൾ അങ്ങനെയല്ല. ഒരു പക്ഷെ അവർ അഡ്മിറ്റ് ആയി കഴിയുമ്പം അവരുടെ മക്കൾക്കോ അല്ലെങ്കിൽ അവരുടെ മരുമക്കൾക്കോ, അതുമല്ലെങ്കിൽ അവരുടെ കൊച്ചുമക്കൾക്കോ അവരെ എല്ലാ ദിവസവും വന്ന് കാണാൻ സാധിച്ചു എന്ന് വരില്ല, അല്ലെങ്കിൽ അവരതിനൊരു ശ്രമം നടത്താറില്ല. കാരണം അവരുടെ പേഴ്സണൽ കമ്മിറ്റ്മെന്റ്സിന്റെയും ജോലിയുടെയും ഒക്കെ ഭാഗമായിട്ട് അങ്ങനെ സംഭവിക്കാറുണ്ട്. പക്ഷെ ഡിമെൻഷ്യ ബാധിച്ച രോഗികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരിചിതമായ മുഖങ്ങളും പരിചിതമായ ശബ്ദങ്ങളും കേൾക്കുന്നത് വലിയ ഒരു ഇമ്പോർട്ടന്റ് ആയ ഫാക്ടറാണ്. കാരണം മറ്റ് കെയർ സെറ്റിംഗിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലായിരിക്കുമ്പോൾ ബാക്കി എല്ലാവരും അവരെ സംബന്ധിച്ചിടത്തോളം സ്ട്രേഞ്ചേഴ്സ് ആണ്. അപ്പം പരിചയമുള്ള വ്യക്തികളെയോ അല്ലെങ്കിൽ അവരുടെ കൂടെ ആയിരിക്കുന്ന നിമിഷങ്ങൾ ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ വാല്യുബിൾ ആണ്. അതുകൊണ്ട് കഴിവതും നമ്മൾ ഇവരെ സന്ദർശിക്കാനും അവരുടെ കൂടെ സമയം കണ്ടെത്താനുമുള്ള ഒരു ശ്രമം നടത്തുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു കാര്യമായിരിക്കും. പിന്നെ when I mispronounce names or forget things, please be patient. അവരെ കളിയാക്കാതെ, അവരെ കുറ്റപ്പെടുത്താതെ, പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ സാധനങ്ങളുടെ പേരോ സ്ഥലങ്ങളുടെ പേരോ നിങ്ങളുടെ പേരോ അല്ലെങ്കിൽ നിങ്ങളോട് അവർ ചില കാര്യങ്ങൾ അവർക്ക് ആവശ്യമുള്ള അവരുടെ ആവശ്യങ്ങൾ പറയാനുള്ള ശ്രമം നടത്തുമ്പോൾ അവർക്കത് മുഴുവനായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അപ്പൊ ആ ഒരു സമയത്ത് അമ്മ എന്താ അത് മറന്നുപോയത്, ഇത് 10 പ്രാവശ്യം പറഞ്ഞു തന്നല്ലേ, അപ്പൊ എങ്ങനെ ആയിരുന്നില്ലല്ലോ, നിങ്ങളൊരു ജീനിയസ് ആയിട്ടുള്ള മനുഷ്യനല്ലേ എന്നൊക്കെ പറഞ്ഞ് അവരെ ബുദ്ധിമുട്ടിക്കാതെ, അവരെ കുറ്റപ്പെടുത്താതെ, പറ്റുന്ന രീതിയിൽ പല പ്രാവശ്യം നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും പറ്റുന്ന രീതിയിൽ ആ ഒരു കാര്യം അവരോട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ശ്രമം ക്ഷമയോടുകൂടെ നടത്തുക. പ്ലീസ് ലെറ്റ് മീ ലിസൺ ടു മ്യൂസിക്. ഒരു നല്ല ഭൂരിഭാഗം ആൾക്കാരും മ്യൂസിക് ഇഷ്ടപ്പെടുന്നവരാണ്. അതൊരു പക്ഷേ പല ജോണറിലുള്ളതായിരിക്കും. കാരണം ചിലരെ സംബന്ധിച്ചിടത്തോളം ഭക്തിഗാനങ്ങളായിരിക്കും ഇഷ്ടം, ചിലരെ സംബന്ധിച്ചിടത്തോളം സിനിമാ ഗാനങ്ങൾ, ചിലരെ സംബന്ധിച്ചിടത്തോളം ഫാസ്റ്റ് നമ്പേഴ്സ്. അപ്പം അവരുടെ ഇഷ്ടം എന്താണോ അത് കണ്ടെത്തി ആ ഒരു മ്യൂസിക് അവരിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തുന്നത് നന്നായിരിക്കും. അത് അവർ എൻജോയ് ചെയ്യും, അത് അവരെ കുറച്ചും കൂടെ കാമാക്കി വെക്കാനുള്ള സാധ്യതയുമുണ്ട്. If I like to carry things around, please put them back where they belong. ഇപ്പം ഞാനിത് എന്റെ രോഗികളുടെ ഇടയിൽ കണ്ടിട്ടുണ്ട്. അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എപ്പോഴും കാണാനും അല്ലെങ്കിൽ അത് ഫീൽ ചെയ്യാനും അല്ലെങ്കിൽ അത് അവര് പറയുന്ന സ്ഥലത്ത് വേണമെന്ന് നിർബന്ധമുണ്ട്. ഇപ്പം ചിലരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വാച്ച് അല്ലെങ്കിൽ ക്ലോക്ക്, അതുമല്ലെങ്കിൽ അവരുടെ ഫാമിലി പിക്ചർ, അതുമല്ലെങ്കിൽ ഒരു ഫോട്ടോ ഫ്രെയിം, ചിലരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡയറിയും പേനായും, ഇതൊക്കെ വെച്ചിടത്തിരിക്കണം എന്ന് നിർബന്ധം കാണും.
അത് അവിടെ കാണാതെ വരുമ്പോൾ അവർ പെട്ടെന്ന് ഇമോഷണലി അപ്സെറ്റ് ആവുകയും അത് തേടി നടക്കുന്നതിന്റെ ഭാഗമായിട്ട് ഭയങ്കര ദേഷ്യപ്പെടുകയും ഫ്രസ്ട്രേറ്റ് ആവുകയൊക്കെ ചെയ്യും. അപ്പൊ അതൊന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവർക്ക് കാണുന്ന സ്ഥലത്ത്, അവർക്ക് എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലത്ത് വെക്കുക എന്നുള്ളത് വലിയ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവർ ക്യാരി ചെയ്യാൻ, ചിലരെ സംബന്ധിച്ചിടത്തോളം വെഡിങ് റിംഗ് ആയിരിക്കാം, അതുമല്ലെങ്കിൽ അവരുടെ മാലയോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ആഭരണങ്ങളോ അല്ലെങ്കിൽ അവരുടെ വസ്ത്രങ്ങളോ ഒക്കെ ആയിരിക്കും. അപ്പം അത് കഴിവതും അവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ നമ്മൾ നോക്കണം. പിന്നെ പ്ലീസ് അലോ മീ ടു മെയിൻറ്റെയിൻ മൈ ഫെയ്ത്ത് ആൻഡ് ഹാബിറ്റ്സ് ആസ് മച്ച് ആസ് പോസിബിൾ. ഇപ്പം അവരുടെ വിശ്വാസങ്ങളെ, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, അവരുടെ ഓർമ്മകളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അവരുടെ വ്യക്തിത്വം അവരെ സംബന്ധിച്ചുള്ളെങ്കിൽ അവരുടെ സ്വഭാവത്തിലുള്ള മാറ്റങ്ങളുണ്ടെങ്കിൽ പോലും അവരുടെ വ്യക്തിത്വം അത് തന്നെയാണ്. അവരുടെ വിശ്വാസങ്ങളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഒരുപക്ഷെ അത് അവർ മറന്നുപോയിട്ടുണ്ടായിരിക്കും, ബൈബിള് വായിക്കാൻ മറന്നുപോയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അമ്പലത്തിൽ രോഗാവസ്ഥ കാരണം റെഗുലറായിട്ട് പള്ളിയിലോ അമ്പലത്തിലോ മോസ്കിലോ പോകാൻ പറ്റത്തില്ലായിരിക്കും. പക്ഷെ നിങ്ങള് അവരുടെ ആ ഒരു വിശ്വാസത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ചെറിയ ചെറിയ ശ്രമങ്ങൾ നടത്തണം. ഇപ്പം ബൈബിളും വായിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്നത് പോലെ അവർക്ക് ബൈബിളിലെ പോർഷൻസ് വായിച്ചു കൊടുക്കുക. പ്രാർത്ഥനകൾ അവരുടെ കൂടെ ഒപ്പം ഇരുന്ന് ചൊല്ലാനുള്ള ഒരു ശ്രമം നടത്തുക. ഇനി അതുമല്ലെങ്കിൽ ഇപ്പം പള്ളിയിലോ അല്ലെങ്കിൽ പിന്നെ ആരാധനാലയങ്ങളിലോ പോകാൻ പറ്റുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്ന പോലെ അവരെ കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം നടത്തുന്നത് നന്നായിരിക്കും. പ്ലീസ് ഡോണ്ട് ഹെസിറ്റേറ്റ് ടു ഹഗ് ആൻഡ് ഷേക്ക് ഹാൻഡ്സ്. ഇപ്പം ചില വിസിറ്റേഴ്സ് അല്ലെങ്കിൽ സന്ദർശിക്കാനായിട്ട് നിങ്ങൾ പോകുമ്പോൾ പരിചയമില്ലാത്തവരുടെ ഹഗ്ഗോ അല്ലെങ്കിൽ പിന്നെ അവരുടെ ടച്ചോ ഒരു പക്ഷെ അവർ ഉൾക്കൊള്ളണം എന്നില്ല. അപ്പം പരിചയമുള്ള വ്യക്തികൾ അവരൊന്ന് കെട്ടിപ്പിടിക്കുകയോ ഷേക്ക് ഹാൻഡ് ചെയ്യുന്നോ ഒക്കെ അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ വാല്യൂബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഇത് നമ്മുടെ കൾച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം കേരളത്തിലാണെങ്കിൽ ഇന്ത്യയിലാണെങ്കിൽ നമ്മുടെ പേരൻസിനെ നമ്മൾ എന്നും നോക്കുക അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് കൾച്ചറലി ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ പല സമയത്തും ഡിമെൻഷ്യ എന്നൊരു അസുഖം, അതിന്റെ രോഗാവസ്ഥ മൂർച്ഛിക്കാനുള്ള സാധ്യതകളുണ്ട്. കാരണം ഡിമെൻഷ്യ ഘട്ടം ഘട്ടമായിട്ട് പ്രോഗ്രസീവ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ അവരുടെ സ്വഭാവത്തിലും അവരുടെ പെരുമാറ്റത്തിലും അവർ കാണിക്കുന്ന സിംറ്റംസിലും മാറ്റങ്ങൾ സംഭവിക്കും. ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് അവരുടെ സ്വഭാവമോ അല്ലെങ്കിൽ അവരെ ഹാൻഡിൽ ചെയ്യാനോ കഴിഞ്ഞു എന്ന് വരില്ല. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ബ്ലെയിം ചെയ്യേണ്ട കാര്യമില്ല. എനിക്ക് എന്റെ പപ്പ അല്ലെങ്കിൽ എന്റെ മമ്മി അല്ലെങ്കിൽ എന്റെ റിലേറ്റീവിനെ നോക്കാൻ കഴിയുന്നില്ലല്ലോ, അവരുടെ ആ ഒരു ബുദ്ധിമുട്ടിൽ അവരുടെ ആ സിറ്റുവേഷൻ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഈ ഡിമെൻഷ്യയുടെ ഭാഗമായിട്ട് ഇത് മൂർച്ഛിക്കുന്ന ഒരവസ്ഥയിൽ പല കോംപ്ലിക്കേഷൻസും ഉണ്ടാകാറുണ്ട്. അവരെണ്ണിച്ച് നടക്കുക, പുറത്തേക്ക് പോകാനുള്ള ശ്രമം നടത്തുക, അവർക്ക് സ്റ്റെപ്പ് കയറാൻ കഴിയുന്നില്ലെങ്കിലും സ്റ്റെപ്പ് കയറി മുകളിലോട്ടോ താഴോട്ടോ വരാനുള്ള ഒരു ശ്രമം നടത്തുക, അതിന്റെ ഭാഗമായിട്ട് അവർ വീഴുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സേഫ്റ്റി ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് തന്നെ ചില സിറ്റുവേഷൻസ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ വരും. ആ ഒരു സമയത്ത് നിങ്ങൾ അതിന്റെ എക്സ്പേർട്സ് ആയിട്ടുള്ള ഫെസിലിറ്റീസ് അല്ലെങ്കിൽ അതിന്റെ സർവീസ് നമ്മൾ സ്വീകരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ആ ഒരു കാര്യത്തില് കുറ്റബോധം അല്ലെങ്കിൽ എനിക്ക് എന്റെ പേരൻസിന്റെ അല്ലെങ്കിൽ എന്റെ റിലേറ്റീവ്സിന്റെ കാര്യം എനിക്ക് നോക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു കുറ്റബോധത്തിന്റെ ആവശ്യമില്ല. ആ ഒരു സമയത്ത് എക്സ്പേർട്ടായിട്ടുള്ള ഒരു സർവീസോ അല്ലെങ്കിൽ ഒരു ഫെസിലിറ്റിയോ അവൈലബിൾ ആണെങ്കിൽ അത് സ്വീകരിക്കുക, അത് ആക്സെപ്റ്റ് ചെയ്യുക. കാരണം നിങ്ങൾ പരിചരിക്കുന്ന വ്യക്തിക്കും ഡിമെൻഷ്യ സഫർ ചെയ്യുന്ന വ്യക്തിക്കും രണ്ടുപേർക്കും അത് നല്ലതാണ്. അപ്പൊ ആ ഒരു അവസ്ഥ വരുമ്പോൾ ഇപ്പൊ രോഗി തന്നെ പറയാൻ അല്ലെങ്കിൽ ഈ ഒരു ഡോക്ടർ അദ്ദേഹത്തിന്റെ ആർട്ടിക്കിളിലൂടെ പറയുന്നത്, ഏതൊരു അവസ്ഥയിലാണോ നിങ്ങൾക്ക് എന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ വരുന്നത് ആ ഒരു അവസ്ഥയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന സർവീസുകളും ഫെസിലിറ്റികളും നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക. അതേതാണെന്ന് നിങ്ങൾ കണ്ടെത്തുക. അത് നിങ്ങളെ രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം ഹെൽപ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ കുറ്റബോധം എടുക്കേണ്ട കാര്യമേ ഇല്ല. പിന്നെ ഫൈനലി, മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി, പ്ലീസ് റിമെമ്പർ ഐ എം സ്റ്റിൽ മീ. Even if I am no longer the person you remember, I am still the person you love. നിങ്ങൾ സ്നേഹിക്കുന്ന, നിങ്ങൾ സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. എന്നിലെ സ്വഭാവത്തിലോ എന്നിലെ ഓർമ്മയിലോ എന്റെ ബിഹേവിയറിലോ മാറ്റങ്ങൾ വന്നു കാണും. അത് ഈ രോഗത്തിന്റെ അവസ്ഥയാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നില്ലെന്നോ ഞാൻ നിങ്ങളെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുന്നില്ലോ എന്നുള്ള വിചാരം വേണ്ട. I still love you. I am the person
who you always knew, നിങ്ങളെന്നും അറിഞ്ഞിരുന്ന, നിങ്ങളെന്നും സ്നേഹിച്ചിരുന്ന നിങ്ങളുടെ ആ ഒരു പപ്പ അല്ലെങ്കിൽ മമ്മി അല്ലെങ്കിൽ അങ്കിൾ ആൻറ്റി ആണ് ഞാൻ ഇപ്പോഴും. അതുകൊണ്ട് പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് ഐ സ്റ്റിൽ ലവ് യു. ആൻഡ് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, ഇറ്റ്സ് നോട്ട് അബൌട്ട് ഡിമെൻഷ്യ, ഇറ്റ്സ് അബൌട്ട് ദ പേഴ്സൺ. സോ ഓൾവേസ് പേഴ്സൺ-സെൻറ്റേർഡ് കെയർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഈ ഒരു വീഡിയോ, ഇതിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ആൻഡ് വളരെ പേഷ്യൻ്റ്ലി എന്നെ കേട്ടവർക്ക് താങ്ക് യു സോ മച്ച്.